ഇവിടെ പ്രധാനമായും രണ്ട് സാങ്കേതിക വിദ്യകളാണ് ഉപയോഗിക്കുന്നത്. ഒന്ന്, കുന്നിൻ ചെരുവുകളിലേക്ക് നേരിട്ട് സുരംഗങ്ങൾ കുഴിക്കുന്ന സൈഡ് കട്ടിംഗ്. മറ്റൊന്ന്, തിരശ്ചീനമായി ശാഖകൾ തിരയുന്നതിന് മുൻപ് 400 അടി വരെ ആഴത്തിൽ വൃത്താകൃതിയിലോ ചതുരാകൃതിയിലോ ലംബമായി കുഴിയെടുക്കുന്ന ബോക്സ് കട്ടിംഗ്. ഈ രീതി 2014 നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ ഔദ്യോഗികമായി നിരോധിച്ചു. പിന്നീട് സുപ്രീം കോടതിയും ഈ തീരുമാനം ശരിവെച്ചു. ഇടയ്ക്കിടെയുള്ള ജീവഹാനി മാത്രമല്ല, ആസിഡ് മൈൻ ഡ്രെയിനേജ് എന്നറിയപ്പെടുന്ന ഗുരുതരമായ പാരിസ്ഥിതിക പ്രതിസന്ധി കൂടി കണക്കിലെടുത്താണ് ഈ നിരോധനം ഏർപ്പെടുത്തിയത്. ഈ മേഖലയിലെ കൽക്കരിയിൽ ഉയർന്ന അളവിൽ സൾഫർ അടങ്ങിയിട്ടുണ്ട്. ഇത് വായുമായും വെള്ളവുമായും സമ്പർക്കത്തിൽ വരുമ്പോൾ സൾഫ്യൂരിക് ആസിഡ് രൂപപ്പെടുന്നു. ഇത് കപില, ലുങ്ക തുടങ്ങിയ പ്രാദേശിക നദികളിലേക്ക് ഒലിച്ചിറങ്ങുകയും അവയെ അത്യധികം ആസിഡ് ആക്കി മാറ്റുകയും ജലജീവികളെ കൊല്ലുകയും ചെയ്യുന്നു. നിയമപരമായ നിരോധനവും ഇത്തരം പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങളും നിലനിൽക്കുമ്പോഴും ഈ കൽക്കരിയുടെ ഉയർന്ന വിപണി മൂല്യം 2000 രൂപ വരെ എത്തിക്കുന്ന പ്രതിദിന കൂലിയും ദുർബലരായ കുടിയേറ്റ തൊഴിലാളികളെ ഭൂപടത്തിൽ പോലും ഇല്ലാത്തതും വായുസഞ്ചാരമില്ലാത്തതുമായ ഈ മരണക്കെണിയിലേക്ക് ആകർഷിക്കുന്നത് തുടരുന്നു. NDRF, SDRF ടീമുകൾ വീണ്ടും ഈ ആഴങ്ങളിൽ നിന്ന് മൃതദേഹങ്ങൾ വീണ്ടെടുക്കുമ്പോൾ കഠിനമായ ഒരു ചോദ്യത്തെ അഭിമുഖീകരിക്കാൻ നമ്മൾ നിർബന്ധിതരാകുന്നു. ഈ ഖനികൾ നിലവിലില്ലെന്ന് നിയമം പറയുമ്പോഴും സാമ്പത്തിക രംഗം അവ ആവശ്യമാണെന്ന് വാദിക്കുമ്പോൾ കോടതികൾ നിർദ്ദേശിച്ച ശാസ്ത്രീയ ഖനന രീതികളിലേക്ക് നമുക്ക് എപ്പോഴെങ്കിലും പൂർണ്ണമായി മാറാൻ കഴിയുമോ?